ഹായ് ഓൾ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗിലെ മൊഡ്യൂൾ 3 ഇറിഗേഷൻ. അതിൽ ഡിസംബർ 2018 ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫ്ലഡിങ് മെത്തേഡ് ഓഫ് ഇറിഗേഷൻ. ഓക്കെ, നമുക്ക് മെത്തേഡ് ഓഫ് ഫ്ലഡിങ്, മെത്തേഡ് ഓഫ് ഇറിഗേഷനിൽ എന്തൊക്കെ ഡിഫറെൻറ്റ് ഫ്ലഡിങ് മെത്തേഡ്സാണ് ഉള്ളതെന്ന് നോക്കാം. 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 2018 ചോദിച്ചതാണ്. നോക്കാം. ഓക്കെ, നമ്മുടെ ഇറിഗേഷൻ മെത്തേഡിൽ സർഫസ് ഇറിഗേഷൻ ഉണ്ട്, സബ് സർഫസ് ഇറിഗേഷൻ ഉണ്ട്, സ്പ്രിങ്കിൾ ഇറിഗേഷൻ, ഡ്രിപ്പ് ഇറിഗേഷൻ. അതിൽ സർഫസ് ഇറിഗേഷനിൽ വരുന്നതാണ് ഫ്ലഡിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഫ്ലഡിങ് മെത്തേഡ് നമ്മൾ വീണ്ടും രണ്ടായിട്ട് വരും: വൈൽഡ് ഫ്ലഡിങ് ആൻഡ് കൺട്രോൾഡ് ഫ്ലഡിങ്. കൺട്രോൾഡ് ഫ്ലഡിങ്ങിനെ നമ്മൾ ഫ്രീ ഫ്ലഡിങ്, അതുപോലെ തന്നെ കോണ്ടൂർ ലാറ്ററൽ, ബോർഡർ സ്ട്രിപ്പ്, ചീക്ക് ഫ്ലഡിങ്, ബേസിൻ, സിക്സാക്ക്. ഓക്കെ, ഇതൊക്കെ നമുക്ക് എന്താണെന്ന് നോക്കാം. അതായത് നമ്മുടെ സർഫസ് ഇറിഗേഷനിൽ മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത് ആ ഒരു ഫ്ലഡിങ് മെത്തേഡ് മാത്രമാണ്. അതായത് ഇത് ഫ്ലഡിങ് മെത്തേഡ് എന്ന് പറയുന്നത്, അതായത് ആ ഒരു ഫീൽഡ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്ലോട്ടിൽ എന്ത് ചെയ്യും, ഒരു ഓപ്പണിങ് കാണും. ആ ഒരു ഓപ്പണിങ് വഴി നമ്മുടെ വാട്ടർ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഫ്രീലി എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. അപ്പം ആ ഒരു സർഫസ് ഓഫ് ലാൻഡിൽ അത് എൻറ്റയർ ഫുള്ളി എന്ത് ചെയ്യും, കവർ ചെയ്യും. അതുപോലെ തന്നെ ഇതിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കൺട്രോൾഡ് അല്ലെങ്കിൽ വൈൽഡ് ഫ്ലഡിങ് എന്ന് പറയും. വൈൽഡ് ഫ്ലഡിങ് എന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡെന്ന് പറയുന്നത് നമ്മൾ വാട്ടർ സ്പ്രെഡ് ചെയ്യുമ്പോൾ കൺട്രോൾ ഒരു വാട്ടർ നമ്മൾ സ്പ്രെഡ് ചെയ്യുക, അല്ലെങ്കിൽ അതൊരു വാട്ടർ നമ്മൾ ഫ്ലഡ് ചെയ്യാൻ നേരത്തൊരു കൺട്രോൾ കാണും. വിത്തൗട്ട് preparation of land in the form of ditches and borders ഒക്കെ കാണും. അപ്പം വൈൽഡ് ഫ്ലഡിങ് എന്ന് പറയുമ്പോൾ ഏർലിയസ്റ്റ് ആൻഡ് പ്രിമിറ്റീവ് മെത്തേഡാണ് ദ ആപ്ലിക്കേഷൻ ഓഫ് വാട്ടർ ടു ദ ലാൻഡ്. അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ എന്ത് ചെയ്യും, അലൗഡ് ടു ഫ്ലോ നാച്ചുറലി സ്ലോപ്പ് ഓഫ് ദ ലാൻഡ് എന്നത് ഒരു ലാൻഡ് എന്ന് പറയുന്നത് സ്ലോപ്പ് ആണെങ്കിൽ നമ്മൾ വാട്ടർ എന്ത് ചെയ്യും, അലൗഡ് ടു ഫ്ലോ നാച്ചുറലി. ഈ ഒരു മെത്തേഡ് നമ്മൾ വാട്ടർ എന്ന് പറയുന്നത് ഫോഴ്സ്ഡ് ടു സ്പ്രെഡ് ഓവർ ദ ലാൻഡ് ഡ്യൂറിങ് സീസൺ ഓഫ് ഹൈ സ്ട്രീം ഫ്ലോ. ഇനി കൺട്രോൾഡ് ഫ്ലഡിങ് ഉണ്ട്. കൺട്രോൾഡ് ഫ്ലഡിങ് എന്ന് പറയുന്നത് ഒരു ഫ്ലഡിങ് മെത്തേഡാണ്. അതായത് നമ്മുടെ ആ ഒരു ഓവർ ദ ലാൻഡിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രോപ്പർ കൺട്രോൾ വെച്ചിട്ട് നമ്മളതിനെ ഇറിഗേറ്റ് ചെയ്യും. അപ്പം നമുക്കൊരു ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അതിൽ അപ്ലൈ ചെയ്യും. ഈ ഒരു മെത്തേഡ് ഓഫ് കൺട്രോൾ ഫ്ലഡിങ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ലാൻഡ്. അതുപോലെ തന്നെ ലാൻഡ് എന്ന് പറയുന്നത് പ്രോപ്പർലി ഗ്രേഡഡ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അഗ്രികൾച്ചറൽ ഫീൽഡ് എന്ന് പറയുന്നത് സ്മോൾ യൂണിറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്തിരിക്കും. അതിലുള്ള പല മെത്തേഡുണ്ട്: ഫ്രീ ഫ്ലഡിങ്, കോണ്ടൂർ ലാറ്ററൽ, ബോർഡർ സ്ട്രിപ്പ്, ചീക്ക് ബേസിൻ ഫ്ലഡിങ്, സിക്സാക്ക് മാപ്പ്. അതിൽ ഫ്രീ ഫ്ലഡിങ് എന്ന് പറയുന്നത്, ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ലാൻഡിനെ സ്മോൾ സ്ട്രിപ്പായിട്ട് ഡിവൈഡ് ചെയ്യും. ആ ഓരോ സ്മോൾ സ്ട്രിപ്പിനെയും നമ്മൾ ലാറ്ററൽസ് എന്ന് പറയും. ഈ ഒരു ലാറ്ററൽസ് എന്ന് പറയുമ്പം ചിലപ്പോൾ നമുക്ക് റൈറ്റ് ആംഗിൾ ടു ദ സൈഡ് ആയിരിക്കും, അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ടു ദ കോണ്ടൂർ ലൈൻസ് ആയിരിക്കും. ആ ഒരു എണ്ണത്തിൻ്റെ 2 ഫിഗറാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ടു ദ സൈഡും, സെക്കൻഡ് ഫിഗർ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ടു ദി കോണ്ടൂർ ലൈൻസ് ആണ്. നമ്മുടെ ഈ ഒരു ലാറ്ററൽ എന്ന് പറയുന്നത് അലൈൻ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് കേസ് ആണെങ്കിൽ, അതായത് റൈറ്റ് ആംഗിൾ ടു ദ സൈഡ് ആണെങ്കിൽ നമുക്ക് ഇറിഗേഷൻ ഈസ് പോസിബിൾ ഓൺലി വൺ സൈഡ് ആയിരിക്കും. ഓക്കെ, നമുക്ക് അതായത് ഫീൽഡ് ചാനൽസ് എല്ലാം അലൈൻ ചെയ്തിരിക്കുന്നത് റൈറ്റ് ആംഗിൾ ടു ദ കോണ്ടൂർ ലൈൻസ് ആണെങ്കിൽ ബോത്ത് സൈഡിൽ കൂടി നമുക്ക് ഇറിഗേഷൻ അല്ലെങ്കിൽ ആ ഒരു ലാറ്ററൽസ് ഇറിഗേഷൻ എന്തായിരിക്കും, പോസിബിൾ ആയിരിക്കും. ഇനി ഫീൽഡ് ചാനൽ എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ സപ്ലൈ ഓഫ് ചാനലിൽ നിന്ന് വാട്ടർ എന്ത് ചെയ്യും, റിസീവ് ചെയ്യും. എന്നിട്ട് എക്സസ് ഓഫ് വാട്ടർ എന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യും ഇനി വേസ്റ്റ് ഓഫ് ചാനൽ. ഇനി കോണ്ടൂർ ലാറ്ററൽസ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് സ്പെഷ്യൽ കേസ് ഓഫ് ഫ്രീ ഫ്ലഡിങ് ആണ്. അതുപോലെ തന്നെ അതായത് നമ്മുടെ ഈ ഫീൽഡ് ചാനൽസ് അല്ലെങ്കിൽ ആ ലാറ്ററൽസ് എല്ലാം അലൈൻഡ് അപ്രോക്സിമേറ്റ്ലി എലോങ് ദ കോണ്ടൂർ ലൈൻസിൽ എലോങ് ആയിട്ട് അത് അലൈൻ ചെയ്തിരിക്കും. ഈ ഒരു മെത്തേഡ് ഓഫ് ഇറിഗേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സൈഡ്സ് ഓഫ് ലാറ്ററൽസിൽ മാത്രമേ പോസിബിൾ ആയിട്ട് വരുള്ളൂ. ഇനി അത് ബോർഡർ സ്ട്രിപ്പ് ഫ്ലഡിങ്, അതായത് ഈ ഒരു ഫ്ലഡിങ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ സീരീസ് ഓഫ് സ്ട്രിപ്പായിട്ട് ഡിവൈഡ് ചെയ്യും. ആ ഒരു സീരീസ് ഓഫ് സ്ട്രിപ്പിനെ നമ്മൾ 10 to 20 മീറ്റർ വൈഡും 100 to 300 മീറ്റർ ലോങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കും, അതിനെ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഏരിയാസ് എന്ന് പറയുന്നത് ലെവൽ വിത്ത് എ ജെൻറ്റിൽ സ്ലോപ്പ് നല്ലതായിട്ടുള്ള ഏരിയാസിലായിരിക്കും നമ്മുടെ ഈ ഒരു ബോർഡർ സ്ട്രിപ്പ് ഫ്ലഡിങ് മെത്തേഡ് സ്യൂട്ടബിൾ ആയിട്ട് വരിക. ചീക്ക് ഫ്ലഡിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രീ ഫ്ലഡിങ്ങിന് സിമിലർ ആയിരിക്കും. നമ്മുടെ ആ ഒരു അതുപോലെ തന്നെ നമ്മൾ ഏരിയനെ ഡിവൈഡ് ചെയ്യും, നമ്പർ ഓഫ് പ്ലോട്ടായിട്ട് നമ്മൾ ഏരിയനെ ഡിവൈഡ് ചെയ്യും. അതിനെ നമ്മൾ പറയുന്നതാണ് ഇറിഗേഷൻ ബൈ പ്ലോട്ട്. ഓക്കെ, അതിന് ബേസ്ഡ് ഫ്ലഡിങ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പാണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇത് ഫ്രീക്വൻ്റ്ലി എന്ത് ചെയ്യും, പ്ലാന്റേഷൻ അല്ലെങ്കിൽ നമ്മൾ ഗാർഡൻസിലൊക്കെ ആയിരിക്കും ഇത് മെയിനായിട്ട് യൂസ് ചെയ്യാറ്. അതുപോലെ തന്നെ ഈച്ച് പ്ലാന്റ് ഈസ് എൻക്ലോസ്ഡ് ബൈ എ സർക്കുലർ ചാനൽ ഈസ് കോൾഡ് ബേസിൻ. ഓരോ പ്ലാന്റും എന്ത് ചെയ്യും, ഒരു സർക്കുലർ ചാനൽ കൊണ്ട് അതിനെ എൻക്ലോസ് ചെയ്തിരിക്കും. അതിനെയാണ് നമ്മൾ ബേസിൻ എന്ന് പറയുന്നത്. ഈ ഒരു ബേസിൻസ് എല്ലാം ആ ഒരു ഫീൽഡുമായിട്ട് എന്ത് ചെയ്യും, കണക്ട് ചെയ്തിരിക്കും. അപ്പം
അതുവഴിയായിരിക്കും ഇതാണ് നമ്മുടെ ആ ഒരു ഫിഗർ എന്ന് പറയുന്നത്. ബേസിൻ ഓരോന്നായിട്ടും കണക്ട് ചെയ്തിരിക്കും. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സിക്സാഗ് ആയിരിക്കും. സിക്സാഗ് എന്ന് പറയുന്നത് ഓരോ സ്മോൾ സ്ട്രിപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. ആ ഓരോ അപ്പം നമ്മൾ വാട്ടർ അതിലോട്ട് സപ്ലൈ ചെയ്യുമ്പോൾ വാട്ടർ ഫ്ലോ ചെയ്യുന്നത് ഒരു സിക്സാഗ് മാനർ അല്ലെങ്കിൽ ആ ഒരു സിക്സാഗ് വേയിലൂടെ ആയിരിക്കും വാട്ടർ എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്, ആ ഒരു എൻറ്റയർ ഏരിയയിലേക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്ലഡിങ് ഇറിഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഡിസംബർ 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നമുക്ക് എന്താ നോക്കാം. ഡിഫൈൻ ടേം പെർമനൻറ്റ് മില്ലിംഗ് പോയിൻറ്റ് ആൻഡ് കോൺസെപ്റ്റീവ് യൂസ്. ഓക്കെ, 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് പെർമനൻറ്റ് മില്ലിംഗ് പോയിൻറ്റ് ആൻഡ് കൺസെപ്റ്റീവ് യൂസ്. അപ്പം നമുക്കിതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് എന്താണ് പെർമനൻറ്റ് മില്ലിംഗ് പോയിൻ്റ് എന്ന് നോക്കാം. അതായത് പെർമനൻറ്റ് മില്ലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് വാട്ടർ കണ്ടൻറ്റ് അറ്റ് വിച്ച് പ്ലാന്റ് ക്യാൻ നോ ലോങ്ങർ എക്സ്ട്രാക്ട് സഫിഷ്യൻറ്റ് വാട്ടർ ഫ്രം ദ സോയിൽ ഫോർ ഇറ്റ് ഗ്രോത്ത്. അതായത് നമ്മുടെ പ്ലാന്റ്സിലുള്ള വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് നോ ലോങ്ങർ എക്സ്ട്രാക്റ്റ് അല്ല. അപ്പം നമ്മൾ സഫിഷ്യൻറ്റ് വാട്ടർ എന്ന് പറയുന്നത് സോയിൽ നിന്നുള്ള സഫിഷ്യൻറ്റ് വാട്ടർ എന്ത് ചെയ്യും, ഗ്രോത്തിന് വേണ്ടിയിട്ട് എടുക്കും. അതായത് ഇറ്റ് ഈസ് അറ്റ് ദ ലോവർ എൻഡ് ഓഫ് ദി അവൈലബിൾ മോയ്സ്ചർ റേഞ്ച്. അതായത് പറയുന്നത് നമ്മുടെ ആ ഒരു അതെന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മുടെ ലോവർ എൻഡ് ഓഫ് അവൈലബിൾ മോയ്സ്ചർ റേഞ്ച് ആയിരിക്കും. പിന്നെ ഇഫ് ദ പ്ലാന്റ്സ് ഡസ് നോട്ട് ഗെറ്റ് എ സഫിഷ്യൻറ്റ് വാട്ടർ ഫ്രം മീറ്റ് ഇറ്റ്സ് നീഡ് ഇറ്റ് വിൽ ബി പെർമനൻ്റ്ലി. അതായത് ഇനി നമുക്ക് പ്ലാന്റ്സിനെന്ന് പറയുന്നത് ഒരു സഫിഷ്യൻറ്റ് വാട്ടർ എന്ത് ചെയ്തില്ല, കിട്ടിയില്ല, അതിനാവശ്യമായിട്ടുള്ള ഒരു സഫിഷ്യൻറ്റ് വാട്ടർ കിട്ടിയില്ല, അതിനാണ് നമ്മൾ വിൽഡ് പെർമനൻ്റ്ലി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനാണ് ആ ഒരു പോയിൻ്റാണ് പെർമനൻറ്റ് വില്ലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് പ്ലാന്റ്സിലുള്ള വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് നോ ലോങ്ങർ എക്സ്ട്രാക്ട് സഫിഷ്യൻറ്റ് വാട്ടർ ഫ്രം ദ സോയിൽ ഫോർ ദി ഗ്രോത്ത്. അതായത് ലോവർ എൻഡ് ഓഫ് ദ ആ ഒരു മോയ്സ്ചർ റേഞ്ച് അതായിരിക്കും ആ ഒരു മോയ്സ്ചർ റേഞ്ച് എന്ന് പറയുന്നത്, അവൈലബിൾ മോയ്സ്ചർ റേഞ്ച് എന്ന് പറയുന്നത് അറ്റ് ദി ലോവർ എൻഡ്. ഇഫ് ദ പ്ലാന്റ്സ് ഡസ് നോട്ട് ഗെറ്റ് സഫിഷ്യൻറ്റ് വാട്ടർ ടു മീറ്റ് നീഡ്, ഓക്കെ, ഇറ്റ് വിൽ വിൽഡ് പെർമനൻ്റ്ലി. ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്നത് കൺസെപ്റ്റീവ് യൂസ്. അതായത് കൺസെപ്റ്റീവ്ലി എപ്പോഴായിരിക്കും, അതായത് നമ്മുടെ ഫീൽഡ് കപ്പാസിറ്റിയിൽ പറയുന്നുണ്ട് നമ്മുടെ മോയ്സ്ചർ സോയിൽ ആഫ്റ്റർ for drainage has removed and its gravity of water, the amount of water in the soil for plant use. അതായത് most of the gravitational water trained through a soil before can be used conceptive by plants. അതായത് എപ്പോഴായിരിക്കും ഒരു സോയിൽ ബിഫോർ ക്യാൻ ബി യൂസ്ഡ്, സോയിൽ എപ്പോഴായിരിക്കും ഒരു കൺസെപ്റ്റീവ്ലി ബൈ പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നത് ഫീൽഡ് കപ്പാസിറ്റിയിൽ ആ ഒരു ഡെഫിനിഷനിലുണ്ട്. അതായത് നമ്മുടെ ആ ഒരു മോയ്സ്ചർ ഓഫ് ദ സോയിൽ എന്ന് പറയുന്നത് ആഫ്റ്റർ ഫോർ ഡ്രെയിനേജ് ഹാസ് റിമൂവ്ഡ് most of the gravity water. അതായത് നമ്മുടെ എമൗണ്ട് ഓഫ് വാട്ടർ അവൈലബിൾ ഇൻ ദ സോയിൽ ഫോർ പ്ലാന്റ്സ്. അതായത് നമ്മുടെ പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ള ആ ഒരു എമൗണ്ട് ഓഫ് വാട്ടർ നമ്മുടെ സോയിൽ എന്തായിരിക്കും, അവൈലബിൾ ആയിരിക്കും. അപ്പം നമ്മുടെ ഈ ഒരു ഗ്രാവിറ്റേഷണൽ വാട്ടർ എന്ന് പറയുന്നത് ആ ഒരു എന്ത് ചെയ്യും, ഡ്രെയിൻ ചെയ്ത് പോകും ത്രൂ ദ സോയിൽ. അപ്പം നമുക്ക് എന്ത് ചെയ്യും, ഇറ്റ് ക്യാൻ ബി കൺസെപ്റ്റീവ്ലി ബൈ പ്ലാന്റ്സ്. അതാണ് കൺസെപ്റ്റീവ് യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ടൈപ്പ് ഓഫ് ഇറിഗേഷൻ. ഓക്കെ, നമ്മുടെ ഇറിഗേഷൻ ടൈപ്പ് ചോദിച്ചിട്ടുണ്ട്, 6 മാർക്കിനാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഡിസംബർ 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് ഇറിഗേഷൻ എന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ടൈപ്സ് ഓഫ് ഇറിഗേഷൻ, നമുക്ക് ഇറിഗേഷനെ മെയിനായിട്ട് നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് സർഫസ് ഇറിഗേഷൻ ആൻഡ് സബ് സർഫസ് ഇറിഗേഷൻ. നമുക്ക് ഇറിഗേഷനെ മെയിൻലി 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം, സർഫസ് ഇറിഗേഷൻ ആൻഡ് സബ് സർഫസ് ഇറിഗേഷൻ. ഇനി ഈ ഒരു സർഫസ് ഇറിഗേഷനെ വീണ്ടും നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഫ്ലോ ഇറിഗേഷൻ ആൻഡ് ലിഫ്റ്റ് ഇറിഗേഷൻ. ഓക്കെ, സർഫസ് ഇറിഗേഷനെ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം, ഫ്ലോ ഇറിഗേഷൻ ആൻഡ് ലിഫ്റ്റ് ഇറിഗേഷൻ. സബ് സർഫസ് ഇറിഗേഷനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം, നാച്ചുറൽ സബ് സർഫസ് ഇറിഗേഷൻ ആൻഡ് ആർട്ടിഫിഷ്യൽ സബ് സർഫസ് ഇറിഗേഷൻ. ഓക്കെ, അപ്പം ഇതൊക്കെ നമുക്ക് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതായത് സർഫസ് ഇറിഗേഷൻ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്, ഫ്ലോ ഇറിഗേഷൻ ആൻഡ് ലിഫ്റ്റ് ഇറിഗേഷൻ. അപ്പോൾ ഫ്ലോ ഇറിഗേഷൻ എന്ന് വെച്ചാൽ എന്താണ്, അതായത് നമുക്ക് വാട്ടർ അവൈലബിൾ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, വാട്ടർ ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് സപ്ലൈ ചെയ്യും ബൈ മീൻസ് ഓഫ് ഗ്രാവിറ്റി. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫ്ലോ ഇറിഗേഷൻ. അതായത് നമുക്ക് എപ്പോഴാണോ വാട്ടർ എന്ത് ചെയ്യുന്നത് അവൈലബിൾ ആയിരിക്കുന്നത്, അപ്പോൾ നമ്മൾ വാട്ടറിന് ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് എന്ത് ചെയ്യും, സപ്ലൈ ചെയ്യും ബൈ മീൻസ് ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, ഇതിനെയാണ് നമ്മൾ സർഫസ് ഇറിഗേഷൻ എന്ന് പറയുന്നത്, ഫ്ലോ ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഇനി ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറയുന്നത് ഇവിടെ ബൈ മീൻസ് ഓഫ് ഗ്രാവിറ്റി ആണെങ്കിൽ ഇവിടെ നമ്മൾ
എന്നീ വാട്ടറിനെ പമ്പ് ചെയ്യും. അതായത് മെക്കാനിക്കലിയോ മാനുവൽ മീൻസ് വഴി വാട്ടറിനെ പമ്പ് ചെയ്യും. ഓക്കെ, അതാണ് അങ്ങനെയാണ് നമ്മൾ ഇറിഗേഷൻ ആണെങ്കിൽ അതിന് നമ്മൾ ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറയും. ഓക്കെ, വാട്ടർ ഈസ് പമ്പ്ഡ് ബൈ സം മെക്കാനിക്കൽ അല്ലെങ്കിൽ മാനുവൽ മീൻസ് സച്ച് പമ്പ്ഡ് എക്സെട്ര ദെൻ സപ്ലൈഡ് ഫോർ ഇറിഗേഷൻ. ഓക്കെ, നമ്മൾ ഇറിഗേഷന് വേണ്ടി വാട്ടർ പമ്പ് ചെയ്യുന്നത് നമ്മൾ മെക്കാനിക്കലിയോ മാനുവൽ മീൻസ് വഴിയോ ഇറിഗേഷന് വേണ്ടി വാട്ടർ പമ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്ലോ ഇറിഗേഷന് 2 ടൈപ്പ് ഫ്ലോ ഇറിഗേഷൻ ഉണ്ട്. പെരിനിയൽ ഇറിഗേഷൻ ആൻഡ് ഫ്ലഡ് ഇറിഗേഷൻ അല്ലെങ്കിൽ അനഡേഷൻ ഇറിഗേഷൻ എന്ന് പറയും. അതായത് പെരിനിയൽ ഇറിഗേഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ആൻഡ് കണ്ടിന്യൂസ് വാട്ടർ സപ്ലൈസ് അഷ്യൂർഡ് ടു ബി ക്രോപ്പ്. അതായത് ഒരു കോൺസ്റ്റൻറ്റ് അതിലൊരു കണ്ടിന്യൂസ് എന്തെങ്കിലും ഒരു ക്രോപ്പിൽ വാട്ടർ ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻ അലോട്ട് വിത്ത് റിക്വയർമെൻറ്റ്സ് ഓഫ് ക്രോപ്പ് ത്രൂ ഔട്ട് ദ ക്രോപ്പ് പീരീഡ്. അതായത് ആ ക്രോപ്പിന് ആവശ്യമായിട്ടുള്ള വാട്ടർ ത്രൂ ഔട്ട് ദ ക്രോപ്പ് പീരീഡിൽ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അതിനാണ് നമ്മൾ പെരിനിയൽ ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഇനി ഫ്ലഡ് ഇറിഗേഷൻ എന്ന് പറയുന്നത് ദ സോയിൽ ഈസ് കെപ്റ്റ് സബ്മേർജ്ഡ്. നമ്മൾ സോയിൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, സബ്മേർജ്ഡ് ആയിരിക്കും. അപ്പം തറലി ഫ്ലഡഡ് വിത്ത് അതെന്തായിരിക്കും, ഫ്ലഡഡ് വിത്ത് ഓൾസോ വാട്ടർ ആയിരിക്കും സേഴ്സ് ടു കോസ് ത്രൂ എ സാച്ചുറേഷൻ ഓഫ് ലാൻഡ്. അപ്പോൾ അതെന്ത് കോസ് ചെയ്യും, നമുക്ക് സാച്ചുറേഷൻ ഓഫ് ലാൻഡ് ഉള്ളതുകൊണ്ട് ആ ഒരു അത് സേഴ്സ് ടു കോസ് ത്രൂ സാച്ചുറേഷൻ ഓഫ് ലാൻഡ്. അതിനാണ് നമ്മൾ ഫ്ലഡ് ഇറിഗേഷൻ എന്ന് പറയാം. ഇനി ഡിപ്പെൻഡിങ് അപ്പോൺ ദ സോഴ്സ് ഫ്രം വിച്ച് വാട്ടർ ഈസ് ഡ്രോൺ ഫ്ലോ ഇറിഗേഷൻ ക്യാൻ ബി ഫർദർ ഡിവൈഡ് ഇൻടു 3 ടൈപ്സ്. അതായത് നമ്മുടെ സോഴ്സ് ഫ്രം വിച്ച് വാട്ടർ ഈസ് ടു ഡ്രോൺ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇറിഗേഷൻ ഫ്ലോ ഇറിഗേഷനെ 3 ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഡിറക്റ്റ് ഇറിഗേഷൻ അല്ലെങ്കിൽ നമ്മളതിനെ റിവർ കനാൽ ഇറിഗേഷൻ എന്ന് പറയും. അതെന്ന് പറയുന്നത് നമ്മൾ വാട്ടർ എന്ത് ചെയ്യും, സപ്ലൈ ചെയ്യും, ഫീൽഡിലേക്ക് സപ്ലൈ ചെയ്യും. എനി ഒരു സ്റ്റോറേജും ഇല്ലാതെ ഡയറക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യും, വാട്ടർ ഫീൽഡിലേക്ക് സപ്ലൈ ചെയ്യും. അപ്പം വാട്ടർ ഈസ് ഡൈവേർട്ടഡ് ബൈ എ ഡൈവേർഷൻ വിച്ച് റൈസസ് ദി വാട്ടർ ലെവൽ. നമ്മൾ വാട്ടർ ഫീൽഡിലേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അവിടുത്തെ വാട്ടർ ലെവൽ എന്ത് ചെയ്യും, ഓൾവേസ് ബി റൈസ് ചെയ്യും. അതിന് നമ്മൾ ഡിറക്റ്റ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഇനി സ്റ്റോറേജ് ഇറിഗേഷൻ അല്ലെങ്കിൽ റിസർവോയർ അല്ലെങ്കിൽ നമ്മൾ ടാങ്ക് ഇറിഗേഷൻ എന്നൊക്കെ പറയും. അതായത് നമ്മൾ വാട്ടർ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. ബൈ കൺസ്ട്രക്ഷൻ ഡാമിലേക്ക് നമ്മൾ വേഴ്സിലേക്ക് വാട്ടർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. ഈ സ്റ്റോർഡ് വാട്ടർ ആയിരിക്കും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇറിഗേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പവർ ജനറേഷന് വേണ്ടി യൂസ് ചെയ്യും. അതിനാണ് നമ്മൾ സ്റ്റോറേജ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇറിഗേഷൻ നമ്മൾ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് സർഫസ് ഇറിഗേഷൻ ആൻഡ് സബ് സർഫസ് ഇറിഗേഷൻ. ഇനി അടുത്ത് നമുക്ക് സബ് സർഫസ് ഇറിഗേഷൻ എന്താണെന്ന് നോക്കാം. സബ് സർഫസ് ഇറിഗേഷൻ നമുക്ക് 2 ക്ലാസിഫൈ ചെയ്തു അല്ലെ, നാച്ചുറൽ സബ് സർഫസ് ഇറിഗേഷൻ ആൻഡ് ആർട്ടിഫിഷ്യൽ സബ് സർഫസ് ഇറിഗേഷൻ. അപ്പോൾ എന്താണ് നാച്ചുറൽ സബ് സർഫസ് ഇറിഗേഷൻ, ആർട്ടിഫിഷ്യൽ എന്ന് നോക്കാം. അതിന് മുന്നേ നമുക്ക് എന്താണ് സബ് സർഫസ് ഇറിഗേഷൻ നോക്കാം. അതായത് വാട്ടർ എന്ത് ചെയ്യും, ഡസ് നോട്ട് വെറ്റ് ദ സോയിൽ സർഫസ്. അതായത് വാട്ടർ എന്ത് ചെയ്യില്ല, നമ്മുടെ ആ ഒരു സോയിൽ സർഫസിൽ വാട്ടർ എന്ന് പറയുന്നത് ഡസ് നോട്ട് വെറ്റ് ആയിരിക്കും. ഇൻസ്റ്റഡ് വാട്ടർ ഈസ് സപ്ലൈ ടു ദ റൂട്ട് സോൺ ഓഫ് ദി ക്രോപ്പ്. അതായത് നമ്മൾ വാട്ടർ നമ്മുടെ ആ ഒരു ക്രോപ്പിൻ്റെ റൂട്ട് സോണിൽ സപ്ലൈ ചെയ്യുമ്പം വാട്ടർ ഡസ് നോട്ട് വെറ്റ് ദി സോയിൽ. അതിനാണ് നമ്മൾ സബ് സർഫസ് ഇറിഗേഷൻ എന്ന് പറയുന്നത്, സോയിൽ സർഫസ്. ഇനി നാച്ചുറൽ സബ് സർഫസ് ഇറിഗേഷനുണ്ട്, ആർട്ടിഫിഷ്യൽ സബ് സർഫസ് ഇറിഗേഷനുണ്ട്. നാച്ചുറൽ സബ് സർഫസ് ഇറിഗേഷൻ എന്ന് പറയുന്നത് ഡ്യൂ ടു നമ്മുടെ റിവറിൽ നിന്നും കനാലിൽ നിന്നുള്ള സീപ്പേജ് കാരണം കനാൽ ഏരിയ ഓൺ എയ്തർ സൈഡ് ഓഫ് വിൽ ബി സാച്ചുറേറ്റഡ്. അതിൻ്റെ എയ്തർ സൈഡ് എന്ത് ചെയ്യും, സാച്ചുറേറ്റ് ആവും. അപ്പോൾ ക്രോപ്പ് ക്യാൻ ബി ഗ്രോൺ ഇൻ ദീസ് ഏരിയാസ്. ആ ഒരു ഏരിയാസിൽ ക്രോപ്പെല്ലാം ഗ്രോൺ ചെയ്യും. അതിനാണ് നമ്മൾ നാച്ചുറൽ സബ് സർഫസ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഡ്യൂ ടു സീപ്പേജ് ഫ്രം റിവർ ആൻഡ് കനാൽസ് ഏരിയാസ് ഓഫ് എയ്തർ സൈഡ് വിൽ ബി എന്താവും, സാച്ചുറേറ്റ് ആവും. അത് കാരണം നമ്മുടെ ക്രോപ്പ് എന്ത് ചെയ്യും, ഗ്രോൺ ചെയ്യും ആ ഒരു ഏരിയാസിൽ. ആർട്ടിഫിഷ്യൽ സബ് സർഫസ് ഇറിഗേഷൻ എന്ന് പറയുന്നത് എപ്പോഴാണോ നമ്മുടെ ഒരു സിസ്റ്റം ഓഫ് ഓപ്പൺ ജോയിൻറ്റസ് ഡ്രെയിൻ എന്ന് പറയുന്നത് ലെയ്ഡ് ബിലോ ദ സോയിൽ. അതായത് നമ്മുടെ സോയിലിൻ്റെ താഴെ എപ്പോഴാണ് ഒരു ഓപ്പൺ ജോയിൻറ്റ് ഡ്രെയിൻസ് ലെയ്ഡ് ചെയ്യുന്നത്, സോയിൽ ഹാസ് സപ്ലൈ ചെയ്ത് വാട്ടർ ടു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ആ ഒരു അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രോപ്പിലേക്ക് വാട്ടർ എന്ത് ചെയ്യുന്നത്, സപ്ലൈ ചെയ്യുന്നത് ബൈ ക്യാപ്പില്ലറി. എങ്ങനെയായിരിക്കും ക്യാപ്പില്ലറി, ഈ ഒരു ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് ആർട്ടിഫിഷ്യൽ സബ് സർഫസ് ഇറിഗേഷൻ. ഓക്കെ, അതിനാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സബ് സർഫസ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നാച്ചുറൽ സബ് സർഫസ് ഇറിഗേഷൻ ഉണ്ട്, ആർട്ടിഫിഷ്യൽ സബ് സർഫസ് ഇറിഗേഷൻ ഉണ്ട്. ഓക്കെ, അടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ 8th ക്വസ്റ്റ്യൻ ആണ് നോക്കാനുള്ളത്. ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് അവൈലബിൾ മോയ്സ്ചർ ആൻഡ് റെഡ്ലി അവൈലബിൾ മോയ്സ്ചർ? ഡിസംബർ 2019 ചോദിച്ച 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അവൈലബിൾ മോയ്സ്ചർ ആൻഡ് റെഡ്ലി അവൈലബിൾ മോയ്സ്ചർ എന്താണ്? ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പം ഈ അവൈലബിൾ മോയ്സ്ചർ അതുപോലെ തന്നെ റെഡ്ലി അവൈലബിൾ മോയ്സ്ചർ ഇതൊക്കെയൊക്കെയെന്ന് പറയുന്നത് അതിന് മുന്നേ നമ്മുടെ ഫീൽഡ് കപ്പാസിറ്റി, പെർമനൻറ്റ് വില്ലിംഗ് പോയിൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ടെമ്പററി വില്ലിംഗ്, അൾട്ടിമേറ്റ് വില്ലിംഗ് പോയിൻറ്റ്, ഇതിലൊക്കെ വരുന്ന ഒരു പോയിൻ്റാണ് നമ്മുടെ
available moisture and readily available moisture. First one is available moisture and second one is readily available moisture. Okay, അതിൽ available moisture എന്ന് പറയുന്നത് അതായത് ഡിഫറൻസ് ഇൻ വാട്ടർ കണ്ടൻറ്റ് ഓഫ് സോയിൽ ബിറ്റ്വീൻ ഫീൽഡ് കപ്പാസിറ്റി ആൻഡ് പെർമനൻറ്റ് വില്ലിംഗ് പോയിൻറ്റ്. അതായത് നമ്മുടെ ഫീൽഡ് കപ്പാസിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ പെർമനൻറ്റ് വില്ലിംഗ് പോയിൻറ്റും അതിനിടയിലുള്ള നമ്മുടെ സോയിലുള്ള ആ ഒരു വാട്ടർ കണ്ടൻറ്റിൻ്റെ ആ ഒരു ഡിഫറൻസാണ് നമ്മൾ അവൈലബിൾ മോയ്സ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ സോയിലുള്ള അതായത് ഫീൽഡ് കപ്പാസിറ്റിയും പെർമനൻറ്റും ഇടയ്ക്കുള്ള സോയിലിലെ വാട്ടർ കണ്ടൻറ്റിൻ്റെ ഡിഫറൻസിനെയാണ് നമ്മൾ അവൈലബിൾ മോയ്സ്ചർ എന്ന് പറയുക. ഇനി റെഡ്ലി അവൈലബിൾ മോയ്സ്ചർ ആണെങ്കിൽ ഇറ്റ് ഈസ് ദാറ്റ് ദ പോർഷൻ ഓഫ് അവൈലബിൾ വാട്ടർ ദാറ്റ് ഈസ് മോസ്റ്റ് ഈസിലി extracted by plants and is approximately 75% of available moisture. അതായത് ദ പോർഷൻ ഓഫ് അവൈലബിൾ വാട്ടർ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ അതെന്ന് പറയുന്നത് മോസ്റ്റ്ലി ഈസിലി എക്സ്ട്രാക്റ്റഡ് ബൈ പ്ലാന്റ്സ് ആയിരിക്കും. അത് എക്സ്ട്രാക്റ്റ് ചെയ്യുന്നത് ബൈ പ്ലാന്റ്സ് ആയിരിക്കും മോസ്റ്റ് ഓഫ് ദി വാട്ടറും എക്സ്ട്രാക്റ്റ് ചെയ്യുന്നത്. ആൻഡ് അപ്രോക്സിമേറ്റ്ലി 75% ഓഫ് ദി അവൈലബിൾ വാട്ടർ, അതായത് നമ്മുടെ 75% ഓഫ് അവൈലബിൾ വാട്ടർ 75% ഓഫ് അവൈലബിൾ വാട്ടറും ആ ഒരു പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു എക്സ്ട്രാക്റ്റ് ചെയ്ത് എടുത്തായിരിക്കും. അതിനാണ് നമ്മൾ റെഡ്ലി അവൈലബിൾ മോയ്സ്ചർ എന്ന് പറയാം. ഓക്കെ, ഇതിനാണ് നമ്മൾ റെഡ്ലി അവൈലബിൾ മോയ്സ്ചർ. അതായത് അവൈലബിൾ മോയ്സ്ചർ ആൻഡ് റെഡ്ലി അവൈലബിൾ മോയ്സ്ചർ. അവൈലബിൾ മോയ്സ്ചർ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ, നമ്മുടെ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ടർ കണ്ടൻറ്റ് ഓഫ് എ സോയിൽ ബിറ്റ്വീൻ ഫീൽഡ് കപ്പാസിറ്റി ആൻഡ് പെർമനൻറ്റ് വില്ലിംഗ് പോയിൻറ്റ്. അതുപോലെ തന്നെ റെഡ്ലി അവൈലബിൾ എന്ന് പറയുന്നത് ഈ ഒരു നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ആ ഒരു പോർഷൻ ഓഫ് വാട്ടറും എന്തായിരിക്കും മോസ്റ്റ് ഓഫ് ദി ഈസിലി എക്സ്ട്രാക്റ്റഡ് ബൈ പ്ലാന്റ്സ് ആയിരിക്കും. ആൻഡ് അപ്രോക്സിമേറ്റ്ലി 75% ഓഫ് ദി അവൈലബിൾ മോയ്സ്ചർ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ അവൈലബിൾ മോയ്സ്ചർ ആൻഡ് റെഡ്ലി അവൈലബിൾ മോയ്സ്ചർ എന്ന് പറയുന്നത്.